കോഴികൾക്ക് വെള്ളം കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു അടപ്പ് എവിടെ നിന്നാണ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുക എന്നുള്ളത് പറഞ്ഞു തരട്ടെ. അപ്പൊ നിങ്ങൾ കോഴിക്കോടുള്ള ആളുകളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണേ. ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് വരുന്നൊരു കമന്റ് ആണ്, ചേച്ചി ഈ ഒരു അടപ്പും അതുപോലെ ഈ ഒരു ബോട്ടിലും എവിടെ നിന്നാണ് വാങ്ങിയത് എന്നുള്ളത്. ഈ ഒരു അടപ്പ് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ബോട്ടിൽ നിങ്ങൾക്കറിയാം 7up അതുപോലെ പെപ്സി അതിൻ്റെയൊക്കെ ബോട്ടിലാണേ. അപ്പം ഈ ഒരു ബോട്ടിലും ഈ ഒരു അടപ്പുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കോഴികൾക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഇങ്ങനെ വെള്ളം കൊടുത്താൽ നമ്മുടെ കോഴിക്കൂടൊന്നും പെട്ടെന്ന് അഴുക്കാവില്ല കേട്ടോ. വെള്ളത്തിന് നനവൊക്കെ വരുന്ന സമയത്താണ് കോഴിക്കൂട് പെട്ടെന്ന് അഴുക്കാവുക, അതുപോലെ ഭയങ്കരമായിട്ട് സ്മെല്ലൊക്കെ വരിക, അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു സാധാ ബോട്ടിലാണ്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് കോഴികൾക്ക് വെള്ളം കൊടുത്താൽ അവർക്ക് നല്ലോണം കുടിക്കാനും കഴിയും. അത് മാത്രമല്ല, വെള്ളം പെട്ടെന്ന് അഴുക്കാവില്ല. അതുമാത്രമല്ല, വലിയ പാത്രങ്ങളിലൊക്കെ കോഴികൾക്ക് വെള്ളം കൊടുക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് ആ ഒരു വെള്ളം തട്ടിമറിച്ച് കളയും. അങ്ങനെ പെട്ടെന്ന് കൂടൊക്കെ വൃത്തികേടാവാൻ സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല, ആ ഒരു വെള്ളത്തിൽ അവരിങ്ങനെ കയറി നിൽക്കും. അങ്ങനെ അവരെ കാലിലുള്ള അഴുക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു വെള്ളത്തിലേക്കായിട്ട് ആ ഒരു വെള്ളം തന്നെ അവർ കുടിക്കുന്ന സമയത്ത് അവർക്ക് അസുഖങ്ങൾ വരാനും സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനത്തെ ഒരു അടപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴികൾക്ക് ഈസി ആയിട്ട് വെള്ളം കൊടുക്കാനും പറ്റും. അവർക്ക് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരില്ല. അപ്പോൾ നമുക്ക് മഞ്ഞൾ വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിനൊക്കെ കലക്കി വെള്ളത്തിൽ കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. വലിയ പാത്രത്തിലൊക്കെ ആണെങ്കിൽ അവർ തട്ടിമറിച്ച് കളയും. ഇങ്ങനെ ഒരു അടപ്പിട്ട് ബോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. പോൾട്രി ഷോപ്പ് പോയാൽ നമുക്ക് ഈ അടപ്പും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. പക്ഷേ അവിടെ കുറച്ച് വില കൂടുതലാണ്. എനിക്ക് തോന്നുന്നു 25 to 30 ഞാൻ ഒരു പ്രാവശ്യം വില ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിയത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് മിഠായി തെരുവ്. നിങ്ങൾ കോഴിക്കോടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ മിഠായി തെരുവിലൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഷോപ്പിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഷോപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ സൈഡിലൊക്കെ ആയിട്ട് ഏതെടുത്താലും 5 രൂപ, ഏതെടുത്താലും 10 രൂപ, 20 രൂപ, 30 രൂപ എന്ന് ബോർഡൊക്കെ വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ. അവിടെ കയറി നോക്കിയാൽ ഇതാ ഈ ഒരു സംഭവം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം അവിടുന്ന് വാങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എത്രയോ കഴിഞ്ഞേരാണ് പിന്നെ ഞാൻ അടപ്പ് വാങ്ങിയത്. അപ്പം ഈ അടുത്ത് ഞാൻ അവിടെ പോയ സമയത്ത് അന്നൊന്നും പിന്നെ ഞാൻ അങ്ങനെ കോഴിയുടെ വീഡിയോ ചെയ്യാറില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അത്ര അറിയില്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോഴിക്കോടുള്ള ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഇതാണ് കേട്ടോ ഷോപ്പ്. നിങ്ങൾ കോഴിക്കോട് മിഠായി തെരുവിൽ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ഷോപ്പിൽ കയറാതിരിക്കില്ല. ഇവിടെ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു അടപ്പ് വാങ്ങാൻ കിട്ടും കേട്ടോ. 2 സൈസിലുണ്ട്, വീതി കുറഞ്ഞതും അതുപോലെ വീതി കൂടിയതും ഉണ്ട്. ഇതിൻ്റെ വില 10 രൂപയാണ്. വീതി കൂടിയതായാലും വീതി കുറഞ്ഞതായാലും എല്ലാത്തിനും 10 രൂപയാണ്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. അതുപോലെ കിളികൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെ ഉണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും എനിക്കറിയില്ല കേട്ടോ. ഇതിന് 10 രൂപയാണ്. ഞാൻ ഒരു 2-3 എണ്ണം പോലെ വാങ്ങിയിട്ടുണ്ട്. എപ്പോഴൊന്നും നമ്മൾ പോയില്ലല്ലോ, അപ്പോൾ പോകുന്ന സമയത്ത് എപ്പോഴും ഞാൻ 1-2 വാങ്ങി വെക്കാറുണ്ട്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ. അതായത് ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുക്കാൻ പറ്റിയ ട്രേകളൊക്കെ ഇവിടെ ഉണ്ട്. ഏതെടുത്താലും 20-30 ആ ഒരു റേറ്റിലാണ് ഇവിടെ കിട്ടുക. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് വന്ന് നോക്കുക. ഈ ഒരു അടപ്പ് മാത്രമല്ല, കിളികൾക്ക് കൊടുക്കാനുള്ള പാത്രങ്ങൾ, ഇത് കിളികൾക്ക് എനിക്ക് തോന്നുന്നു ഫുഡോ വെള്ളമോ എന്തോന്നാണ് അറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല, അത് കൊടുക്കുന്നൊരു പാത്രമാണ്. അതിൻ്റെ റേറ്റ് വന്നിട്ട് 20 രൂപയാണ് കേട്ടോ ഈ ഒരു പാത്രത്തിന്. ഇതും നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെള്ളമൊക്കെ കൊടുക്കാം. ഇപ്പോൾ 1-2 കോഴിക്കുഞ്ഞുങ്ങൾ മാത്രം കൂട്ടില്ലെങ്കിൽ അവർക്ക് ഇതിലും വെള്ളം കൊടുക്കാം. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ആ ഒരു ഷോപ്പിലുണ്ട്. അപ്പം ഞാൻ മുന്നേ വീഡിയോ ചെയ്യാതിരുന്നത് ഞാൻ പറഞ്ഞല്ലോ, മുന്നേ ഞാൻ വീഡിയോ ഒന്നും എടുക്കാറില്ലായിരുന്നല്ലോ, ഇപ്പോഴാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത്. ഇതിനെല്ലാത്തിനും 10 രൂപയാണ് കേട്ടോ. അതുപോലെ ഓസിന് കൊടുക്കുന്ന ആ ഒരു പൈപ്പും ആ 2 പൈപ്പും ഞാൻ എടുത്തിട്ടുണ്ട്, അതിനും 10 രൂപയാണ്. 1 2 3 4 5 6 60 രൂപ കേട്ടോ. ഇത് മൊത്തത്തിൽ 60 രൂപയേ എനിക്ക് ആയിട്ടുള്ളൂ. അപ്പം കണ്ടോ, നല്ല ലാഭമല്ലേ. അതായത് ഈ ഒരു അടപ്പ് നമ്മൾ പുറമെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമുക്ക് 30 to 25 രൂപ ഒക്കെ കൊടുക്കണം. 20 രൂപ എന്തായാലും കൊടുക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു അടപ്പ് നമുക്ക് ഒരുപാട് കാലം കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു 4-5 എണ്ണം പോലെ വാങ്ങി വെക്കുക, നിങ്ങൾക്ക് എപ്പോഴും ഉപകാരപ്പെടും. പിന്നെ കണ്ടോ ഈ ഒരു മഞ്ഞ കുറച്ച് വീതി ഉള്ളത് ഞാൻ എടുത്തത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തുറന്ന് വിടുന്ന കോഴികൾ ഉണ്ടാവുമല്ലോ, അപ്പം അവർക്കൊക്കെ ഇതിൽ വെച്ച് കൊടുത്താൽ മതി. പുറത്ത് വലിയൊരു ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് ഈ ഒരു അടപ്പ് ഇട്ട് കൊടുത്ത് വെച്ചാൽ അവരും വെള്ളം കുടിച്ച് പോയിക്കോളും. അപ്പം പെട്ടെന്ന് അങ്ങനെ വെള്ളം അഴുക്കാവില്ല. പിന്നെ ഈ ഒരു പച്ച എൻ്റെ അടുത്ത് ഓൾറെഡി കുറച്ചുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് പോയ സമയത്ത് 2 എണ്ണം കൂടി എക്സ്ട്രാ വാങ്ങി വെച്ചെന്നേ ഉള്ളൂ. നമുക്ക് എപ്പോഴും ഉപകാരപ്പെടും. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയമാണെങ്കിലും ഈ ഒരു ബോട്ടിലിൽ വെള്ളം വെച്ച് കൊടുത്താലും വലിയ പ്രശ്നമില്ല കേട്ടോ. കോഴികൾ അങ്ങ് കുടിക്കുകയും ചെയ്യും. പിന്നെ ഇതാ കണ്ടോ,
കൂടൊന്നും അഴുക്കാവില്ല, അവർക്ക് കുടിക്കാനും പറ്റും. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ബോട്ടിലുകളിൽ ഒരു 4-5 ബോട്ടിൽ വെള്ളം എപ്പോഴും കൂട്ടിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് കുപ്പീൻ്റെ ഒറിജിനൽ അടപ്പുണ്ടല്ലോ അത് ഇട്ടിട്ട് വെക്കും. എന്നിട്ട് ഈ ഒരു അടപ്പും കൂട്ടിൽ വെക്കും. ഇങ്ങനെ വെള്ളം തീരുന്ന സമയത്ത് ആ ഒരു കുപ്പി തുറന്നിട്ട് ഈ ഒരു അടപ്പിട്ടിട്ട് കൂട്ടിൽ വെച്ച് കൊടുക്കും. അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ ബോട്ടിലല്ലാതെ നമ്മളിപ്പം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കല്ലോ, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ കോഴികൾ കുടിക്കുന്നതിനനുസരിച്ച് എങ്ങനെയാണ് വെള്ളം നിറയ്ക്കുക എന്നുള്ളൊരു വീഡിയോയും കൂടി ഞാൻ ചെയ്യാം. വീഡിയോ വേണ്ടവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ. ഞാൻ അത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഒട്ടും ഒഴിവില്ലായിട്ട്, നിങ്ങൾക്കറിയാം സ്കൂളൊക്കെ തുറന്നല്ലോ, അപ്പം കുട്ടികൾ പോകുന്ന തിരക്കും കാര്യങ്ങളും മഴയും എല്ലാം കൂടി ആയതുകൊണ്ടാണ് ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് ഞാൻ പറയാം, എനിക്ക് 2-3 ആൾക്കാർ വാട്സപ്പിൽ എനിക്ക് അയച്ചു തന്നൊരു കാര്യമാണ്. അതായത് നമ്മുടെ സീക്രട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക് ആക്കേണ്ട ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്കതിൽ ഒരു മോശമായിട്ടുള്ള ഒന്നും തോന്നിയിട്ടില്ല. കാരണം നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് വിചാരിച്ചിട്ട് അതിലൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പം എന്തിനാണ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പാടുണ്ടോ? അതായത് കോഴീനെ വളർത്തുന്ന 2-3 അവർ തന്നെയാണ് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞത്. കാരണം ഇങ്ങനെ നമ്മളെല്ലാവരോടും നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തായാലും ഏതൊരു ഫീൽഡിലും അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലേ, എല്ലാവരും അത് ഷെയർ ചെയ്യണമെന്നില്ല. പക്ഷേ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ഷെയർ ചെയ്തെന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്നും സംഭവിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ ചാത്തമംഗലത്ത് നിന്ന് കോഴീനെ വാങ്ങുന്ന വീഡിയോ ഒക്കെ ചെയ്തത്. കാരണം ആ വീഡിയോ കണ്ടിട്ടും ഒരുപാട് ആളുകൾ കോഴീനെ പോയി വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല. അപ്പം അങ്ങനെയും കുറച്ച് ആളുകൾ പറയുന്നുണ്ട്. കാരണം നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഓരോ വീഡിയോ കാണുമ്പം അവിടെ പോയിട്ട് വാങ്ങുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ആക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും വീഡിയോസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ്. കാരണം എനിക്കും കോഴികൾക്ക് അസുഖങ്ങൾ വരികയും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ ഒരുപാട് ആളുകളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും അങ്ങനെ ആരും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല. പിന്നെ കുറേ യൂട്യൂബൊക്കെ നോക്കി അങ്ങനെ പഠിച്ച് ചെയ്തതായിരുന്നു. അതുപോലെ ഈ ഒരു ബോട്ടിലിൻ്റെ കാര്യമൊക്കെ ഞാൻ എവിടെയോ കണ്ടതാണ്. പക്ഷേ അന്ന് ഞാൻ കുറേ അന്വേഷിച്ചു കേട്ടോ. ഈ ഒരു ബോട്ടിലും ഈ ഒരു അടപ്പും എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുക എന്നുള്ളത് ഒരുപാട് ഞാൻ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. എനിക്ക് എന്താ പറയുക, പിന്നെ എനിക്ക് ബോട്ടിലും അടപ്പും കിട്ടിയ സമയത്തും ഇതെങ്ങനെയാണ് കൂട്ടിൽ വെക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാനിത് പരീക്ഷിക്കുന്ന സമയത്ത് വെള്ളം മുഴുവനും കൂട്ടിലായിട്ട് ആകെ നാശമായ അങ്ങനത്തെ അവസ്ഥകളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ബോട്ടിൽ വെള്ളം നിറയ്ക്കുക. പിന്നെ ബോട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ബോട്ടിലിന് ഒരു ഹോള് പോലും ഉണ്ടാവാൻ പാടില്ല. ബോട്ടിലിന് ഹോൾ ഉണ്ടാവരുത്. എന്നിട്ട് ബോട്ടിലിൽ വെച്ചിട്ട് നേരെ കുപ്പി ഇങ്ങനെ ചെരിച്ചും കാഞ്ഞ് വെക്കുക. എന്നിട്ട് ഒരു തുണിയോ അല്ലെങ്കിൽ കമ്പി കഷ്ണോ എന്തെങ്കിലും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക. എന്നാൽ കുപ്പി അവിടെ നിൽക്കും കേട്ടോ. ബോട്ടിൽ അങ്ങനെ നിങ്ങൾ വെച്ച് കൊടുക്കരുത്, ബോട്ടിൽ മറിഞ്ഞു വീഴും. എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് കെട്ടി കൊടുക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു ഈ കുപ്പി ഓക്കെയാണ്. 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ഓക്കെയാണ്. 2 ലിറ്ററിൻ്റെ ബോട്ടിൽ ഞാൻ വെച്ച് കൊടുത്ത സമയത്ത് അതിൽ നിന്ന് വെള്ളം പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഈ ഒരു ബോട്ടിലിൽ അടപ്പ് വെച്ച് വെള്ളം കൊടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ 1 ലിറ്റർ അല്ലെങ്കിൽ 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ കൊടുത്തു നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് അടപ്പ് ഇട്ടിട്ട് ഒന്ന് ചെരിച്ച് എവിടെയെങ്കിലും ഒന്ന് വെച്ച് നോക്കുക, വെള്ളം നിൽക്കുന്നുണ്ടോ അതോ വെള്ളം ഒഴിഞ്ഞു പോകുന്നുണ്ടോ എന്ന് ഒന്ന് നിങ്ങൾ കൂട്ടിൽ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ. കാരണം എനിക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഞാൻ നേരിട്ട് കൂട്ടിൽ കൊണ്ടുപോയി വെള്ളം വെച്ചപ്പോഴത്തേക്ക് വെള്ളം ഫുള്ള് കൂട് മുഴുവനും വെള്ളമായി. അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഈ ഒരു അടപ്പ് ബോട്ടിലിട്ട് വെച്ച് കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക. അപ്പം കോഴിക്കോടുള്ള ആളുകളൊക്കെ വേഗം പോയി വാങ്ങിക്കോ. 10 രൂപയേ ഉള്ളൂ. ഇനി നിങ്ങളുടെ നാട്ടിൽ ഇതിലും വില കുറവിൽ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയുക. കമൻറ്റൊന്നും വരുന്നില്ല കേട്ടോ. ആദ്യമൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ടായിരുന്നു. എങ്ങനെയുള്ള വീഡിയോസാണ്, ഇനിയും കോഴിയുടെ വീഡിയോ തന്നെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുക. ഇത് കഴിഞ്ഞ ആഴ്ച വിരിഞ്ഞ സൊണാലി കുഞ്ഞുങ്ങളാണ്. അത്യാവശ്യം ചെറുകും വാലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഏകദേശം ഇന്നേക്കൊരു 12-13 ദിവസം പ്രായമായിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഞാൻ ചെയ്യാം. ഇവർക്ക് ഇണക്കം കുറച്ച് കുറവാണ്. നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടി ഓടിയിട്ട് ഒരു മൂലയിൽ പോയി നിൽക്കും. എനിക്ക് തോന്നുന്നു ഇവരുടെ ആ ഒരു നേച്ചർ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു ബ്രീഡിനെ ഞാൻ ഇതുവരെയായിട്ടും വളർത്തിയിട്ടില്ല. നോക്കാം എന്താവുമെന്ന്. പിന്നെ ഇതിൽ കുറച്ച് കുഞ്ഞുങ്ങളെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ.
കുറച്ച് ആളുകൾ അവർക്ക് വീട്ടിൽ കോഴികൾ, അതായത് കോഴി അട വെച്ച് വിരിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു കുഞ്ഞുങ്ങളെ അതിൽ കൊണ്ടിട്ടാൽ ആ കോഴികൾ ആ ഒരു കൂട്ടത്തിൽ ഈ കോഴി കുഞ്ഞുങ്ങളെയും കൂടി നോക്കും. അങ്ങനെ കുറച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.